വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ ത്രികോണ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് പാലക്കാട് ജില്ലയിലെ പാലക്കാട്. 2011 മുതൽ കോൺഗ്രസിൻ്റെ UDFിൻ്റെ സിറ്റിംഗ് മണ്ഡലമാണ്. ഇത്തവണ അവിടെ കോൺഗ്രസിൻ്റെ സിറ്റിംഗ് MLA മത്സരത്തിന് ഇറങ്ങുന്നില്ല, അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തിട്ടില്ല. പകരം കോൺഗ്രസിന് വേണ്ടിയിട്ട് UDFിന് വേണ്ടിയിട്ട് അവിടെ പോരിനിറങ്ങുന്നത് കോൺഗ്രസിൻ്റെ സഹയാത്രികനും പ്രമുഖ സിനിമാ നടനുമൊക്കെയായിട്ടുള്ള രമേശ് പിഷാരടിയാണ്. LDFിന് വേണ്ടിയിട്ട് NMR റസാഖ് എന്ന് പറയുന്ന ഒരു ഹോട്ടൽ വ്യവസായിയെ CPM രംഗത്തിറക്കിയിരിക്കുന്നു. BJPക്ക് വേണ്ടിയിട്ട് അവരുടെ സമുന്നത വനിതാ നേതാവായിട്ടുള്ള ശോഭാ സുരേന്ദ്രനും രംഗത്തിറങ്ങുന്നു. അങ്ങനെ ശക്തമായൊരു ത്രികോണ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ്. എങ്കിൽ പോലും അവിടെ ഏറ്റുമുട്ടുന്നത് UDFും BJPയും തമ്മിലാണ്. 2016 മുതലുള്ള ഒരു കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാം സ്ഥാനത്ത് UDFും രണ്ടാം സ്ഥാനത്ത് BJPയുമാണ്. അത്തരത്തിൽ നോക്കുമ്പോൾ UDFും BJPയും തമ്മിലുള്ള ഒരു പോരാട്ടമാണ് പാലക്കാട് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് തന്നെ നടക്കുന്നത്. LDFിന് അവിടെ കാര്യമായ റോളൊന്നും തന്നെ ഇല്ല. ഇത്തവണ അവര് നിരവധി നേതാക്കളൊക്കെ തന്നെ പാലക്കാട് മണ്ഡലത്തിലുണ്ടായിട്ടും പാലക്കാട് ജില്ലയിലുണ്ടായിട്ടും അതിനൊന്നും പോകാതെ NMR റസാഖ് എന്ന് പറയുന്ന ഒരു ഹോട്ടൽ വ്യവസായിയെ പിടിച്ചവിടെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുകയാണ്. അതിനു പിന്നിലൊരു പേയ്മെന്റ് സീറ്റാണെന്നുള്ള ആരോപണം ഉൾപ്പെടെ ഉയരുന്നുണ്ട്. മാത്രവുമല്ല, ഇത്തരത്തിൽ NMR റസാഖിനെ പോലെ ഒരു വ്യക്തിയെ അവിടെ നിർത്തിയിരിക്കുന്നത് മറ്റു ചില ഡീലിൻ്റെ ഭാഗമായിട്ടാണ് എന്ന ഗുരുതര വിമർശനം പ്രതിപക്ഷ നേതാവ് VD സതീശനും പ്രമുഖ കോൺഗ്രസ് UDF നേതാക്കളെല്ലാം തന്നെ ഇതിനോടകം ഉന്നയിച്ചിട്ടുണ്ട്. അതിൽ വസ്തുതയുമുണ്ട് എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. എങ്ങനെയെങ്കിലും UDF സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ NMR റസാഖിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയത് എന്നത് നമുക്ക് കാര്യങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ മനസ്സിലാകാവുന്ന ഒന്നാണ്. എന്തായാലും അതൊന്നും തന്നെ അവിടെ നടക്കാൻ പോകുന്നില്ല എന്നതാണ് അവിടുത്തെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നമുക്ക് നൽകുന്ന സൂചന. എന്തായാലും രമേശ് പിഷാരടിയുടെ അവിടുത്തെ സ്ഥാനാർത്ഥിത്വം CPFിനെ LDFിനെ വലിയ രീതിയിൽ അലോസരപ്പെടുത്തുന്നുണ്ട് എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നുമുണ്ട്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിലെ ഹാട്രിക് വിജയം അവിടെ നേടുന്നുണ്ട്. അന്ന് NDAയുടെ BJPയുടെ സ്ഥാനാർത്ഥിയായിരുന്ന E ശ്രീധരനെ 3800-ലധികം വോട്ടുകൾക്കാണ് ഷാഫി പറമ്പിൽ പരാജയപ്പെടുത്തുന്നത്. പിന്നീട് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫി വടകര പാർലമെന്റ് മണ്ഡലത്തിലേക്ക് പോയി വിജയിച്ചതോടുകൂടി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ആസന്നമാകുന്നു. അവിടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന രാഹുൽ മാങ്കുട്ടത്തിൽ സ്ഥാനാർത്ഥിയായിട്ടെത്തുന്നു. BJPയുടെ ശ്രീ കൃഷ്ണകുമാറിനെയാണെന്ന് പരാജയപ്പെടുത്തിയത്. മണ്ഡലത്തിലെ തന്നെ ചരിത്ര ഭൂരിപക്ഷത്തിൽ ഏതാണ്ട് 18,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് രാഹുൽ മാങ്കുട്ടത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്, അവിടെ MLA ആയത്. പിന്നീട് രാഹുൽ മാങ്കുട്ടത്തിൽ സ്ത്രീ പീഡന കേസുകളിലൊക്കെ തന്നെ പെട്ട് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് വരെ പുറത്താക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെയാണ് നിലവിലെ സിറ്റിംഗ് മണ്ഡലത്തിൽ സിറ്റിംഗ് MLA മത്സരിപ്പിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം UDFിനും കോൺഗ്രസിനും ഉണ്ടായത്. എന്തായാലും പകരം ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താനുള്ള കോൺഗ്രസിന്റെ നീക്കം ചെന്ന് നിന്നത് രമേശ് പിഷാരടിയിലാണ്. അദ്ദേഹം രാഷ്ട്രീയക്കാരനല്ല എന്നുള്ള വിമർശനമാണ് എതിരാളികൾ ഉയർത്തുന്നത്. എന്നാൽ കൃത്യമായ രാഷ്ട്രീയം പറയുന്ന ഏതാണ്ട് 10-15 വർഷമായിട്ട് കോൺഗ്രസ് രാഷ്ട്രീയത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് രമേശ് പിഷാരടി. കോൺഗ്രസ് ഒന്നുമല്ലാതിരിക്കുന്ന കാലത്ത്, തുടർച്ചയായിട്ട് പ്രതിപക്ഷത്തായിരിക്കുന്ന കാലത്ത്, ദേശീയ തലത്തിൽ പോലും കോൺഗ്രസ് തകർച്ചയുടെ വക്കിലേക്ക് പോയിരിക്കുന്ന കാലഘട്ടത്തിൽ യാതൊന്നും തന്നെ പ്രതീക്ഷിക്കാതെ, അത്തരം ലാഭേച്ഛകളൊന്നും തന്നെ നോക്കാതെ കോൺഗ്രസിനൊപ്പം നിന്ന് താനൊരു കോൺഗ്രസ്സുകാരനാണ് എന്ന് ഉറക്കെ വിളിച്ചു പറയാൻ ആർജവം കാണിച്ച ചുരുക്കം ചില സിനിമാ നടന്മാരിൽ ഒരാളാണ് രമേശ് പിഷാരടി. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ അവിടെ സ്ഥാനാർത്ഥിയാക്കാനുള്ള തീരുമാനമുണ്ടായത്. മാത്രവുമല്ല, അദ്ദേഹം പലപ്പോഴും പല വേദികളിലും അദ്ദേഹം രാഷ്ട്രീയം കൃത്യമായി പറയുന്ന ആളാണ്. കേരളത്തിലെ രാഷ്ട്രീയത്തെക്കുറിച്ച് മാത്രമല്ല, ഇന്ത്യൻ രാഷ്ട്രീയത്തെയും ലോക രാഷ്ട്രീയത്തെയും ഒക്കെ തന്നെ കൃത്യമായിട്ട് വിശകലനം ചെയ്യുകയും നിരീക്ഷിക്കുകയും അതിൽ അഭിപ്രായം പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് രമേശ് പിഷാരടി. അദ്ദേഹത്തിൻ്റെ അത്തരത്തിലുള്ള നിരീക്ഷണങ്ങളൊക്കെ തന്നെ ഇപ്പോഴും സോഷ്യൽ മീഡിയകളിലൊക്കെ തന്നെ വലിയ വൈറലായിട്ട് അങ്ങനെ പോകുന്നുമുണ്ട്. അത്തരത്തിലൊരു വ്യക്തിയെ അധിക്ഷേപിക്കുന്ന പരാമർശങ്ങളാണ് CPMന്റെ തലമുതിർന്ന നേതാക്കൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം CPMന്റെ മുൻ മന്ത്രിയും നിലവിലെ പ്രമുഖ നേതാവുമായിട്ടുള്ള തോമസ് ഐസക് രമേശ് പിഷാരടിയെ വിശേഷിപ്പിച്ചത് കോമാളി നടൻ എന്നാണ്. കോമാളികളെയൊക്കെ തന്നെ പിടിച്ചുകൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കി എന്നാണ് തോമസ് ഐസക്കിൻ്റെ കണ്ടെത്തൽ. അദ്ദേഹം എങ്ങനെയാണ് രമേശ് പിഷാരടിയെ കോമാളിയായിട്ട് ചിത്രീകരിച്ചത് എന്നത് വ്യക്തമല്ല. ഇന്ന് അദ്ദേഹം അതിന് ഖേദപ്രകടനം നടത്തിയിട്ടുണ്ട്. മനസ്സോടെയാണെങ്കിലും തങ്ങൾക്കത് തിരിച്ചടിയായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടൊരു ഖേദപ്രകടനം പേരിന് വേണ്ടി അദ്ദേഹം നടത്തുന്നുണ്ട്. എങ്കിൽ പോലും അദ്ദേഹം എന്തടിസ്ഥാനത്തിലാണ് അത്തരം ഒരു പരാമർശം നടത്തിയത് എന്നത് എത്ര ആലോചിച്ചിട്ടും ഉത്തരം കിട്ടാത്ത ഒന്നാണ്. രമേശ് പിഷാരടി സിനിമകളിൽ
ഹാസ്യ കഥാപാത്രങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ്. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അദ്ദേഹം ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയനാണ്. അദ്ദേഹം ഇന്ത്യയിലെമ്പാടും അത്തരത്തിലുള്ള സ്റ്റേജ് ഷോകൾ നടത്തിയിട്ടുണ്ട്, നിരവധി ആളുകളെ ചിരിപ്പിച്ചിട്ടുണ്ട്, ചിന്തിപ്പിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെയാണ് വെറും ഒരു കോമാളിയായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് തോമസ് ഐസക് വിമർശനം ഉന്നയിക്കുന്നത്. അദ്ദേഹത്തിന് രമേശ് പിഷാരടിയെ രാഷ്ട്രീയമായിട്ട് വിമർശിക്കാം, രാഷ്ട്രീയമുണ്ടെങ്കിൽ പറയാം, അതൊക്കെ തന്നെ ചെയ്യാം. പക്ഷേ അത്തരത്തിൽ ഒരു സിനിമാ നടനായതുകൊണ്ട് മാത്രം അദ്ദേഹത്തെ കോമാളിയാണ്, കോമാളി വേഷം കെട്ടി നടക്കുന്നയാളാണ് എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കേണ്ടതിൻ്റെ എന്താവശ്യകതയാണ് ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയാത്തത്. ഇത്തരത്തിൽ സിനിമാ നടന്മാരെ തെരഞ്ഞെടുപ്പിലേക്ക് കൊണ്ടുവരികയും ജയിപ്പിക്കുകയും ചെയ്യാത്ത പാർട്ടിയൊന്നുമല്ല CPM. 2016-ലും 2021-ലും എം മുകേഷിനെ പോലെ ഇതേപോലെ ഹാസ്യ നടനായിട്ടുള്ള ഒരാളെയാണ് CPM കൊല്ലം പോലൊരു നിയമസഭാ മണ്ഡലത്തിൽ നിന്നും മത്സരിപ്പിച്ച് വിജയിപ്പിച്ചത്. 2021-ൽ മത്സരിപ്പിക്കാൻ നിർത്തുമ്പോൾ അദ്ദേഹത്തിനെതിരെ ഗുരുതരമായ ലൈംഗികാരോപണങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. എന്നിട്ടും പാർട്ടി വീണ്ടും സീറ്റ് കൊടുത്ത് അവിടെ വിജയിപ്പിച്ചു. 2014-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്നസെന്റിനെ പോലെ കേരളം കണ്ട ഏറ്റവും വലിയ മികച്ച ഒരു ഹാസ്യ നടനെ നിർത്തിയാണ് CPM അവിടെ വിജയിപ്പിച്ചത്. ഇനി ഇതൊന്നും പോരായെങ്കിൽ ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും CPM അവരുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന പേരിൽ ഒരു സിനിമാ നടനെ നിർത്തുന്നുണ്ട്. അത് തലസ്ഥാന ജില്ലയായിട്ടുള്ള തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിലാണ്. അവിടെ സുധീർ കരമനെ എന്ന് പറയുന്ന സിനിമാ നടനാണ് CPM-ന്റെ സ്ഥാനാർത്ഥി, സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം ഹാസ്യവും ചെയ്യും, എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട്, ക്രൂര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാറുണ്ട്, ബലാത്സംഗ കഥാപാത്രങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ ചെയ്യുന്നവരെ നിർത്താം എന്നതാണോ CPM ഉദ്ദേശിക്കുന്നത് എന്നത് വ്യക്തമല്ല. എന്തായാലും രമേശ് പിഷാരടിയുടെ സ്ഥാനാർത്ഥിത്വം തങ്ങൾക്ക് വലിയ രീതിയിൽ തിരിച്ചടിയായിട്ടുണ്ട്. ഇത്തവണയും ഗതികെട്ട് അല്ലെങ്കിൽ നാണക്കെടുന്ന ഒരു 3-ാം സ്ഥാനത്തേക്ക് പോകും, ദയനീയമായ 3-ാം സ്ഥാനത്തേക്ക് ഇത്തവണയും തങ്ങൾക്ക് പോകേണ്ടി വരുമെന്നൊരു തിരിച്ചറിവ് CPM-നെ വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്നുണ്ട്. അതുതന്നെയാണ് അവിടുത്തെ CPM-ന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറിയുടെ പരാമർശങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ഈ വിമർശനങ്ങളെയൊക്കെ തന്നെ അതിൻ്റേതായ വഴിക്ക് വിടുകയാണ് രമേശ് പിഷാരടി ചെയ്യുന്നത്. അദ്ദേഹം തോമസ് ഐസക്കിൻ്റെ വിമർശനത്തിന് അദ്ദേഹം മറുപടി ആ രീതിയിൽ തന്നെ ആണ് പറഞ്ഞത്. അദ്ദേഹം പറയുന്നത് തനിക്ക് ഒരു സംസ്കാരമുണ്ട്, അതുകൊണ്ട് തോമസ് ഐസക്കിനെ പോലെ തലമുതിർന്ന ഒരു നേതാവിനോട്, സമുന്നതനായിട്ടുള്ള നേതാവിനോടും പ്രതികരിക്കാൻ താനില്ല. ഏതെങ്കിലും തരത്തിലൊരു കടന്ന വാക്കിൽ അദ്ദേഹത്തോട് പ്രതികരിക്കാനില്ല. അവരൊക്കെ തന്നെ അത്തരത്തിൽ പറയട്ടെ എന്നാണ് രമേശ് പിഷാരടിയുടെ പ്രതികരണം. എന്തായാലും പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് ചൂട് അങ്ങനെ ഉച്ചസ്ഥായിലേക്ക് എത്തുമ്പോൾ ഇത്തരത്തിലുള്ള പരാമർശങ്ങളും പ്രതികരണങ്ങളുമാണ് CPM-ന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അവർക്ക് അവിടെ രാഷ്ട്രീയം പറയാനില്ല. തുടർച്ചയായിട്ട് 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന CPM-ന് എത്തവണയും ആ ദയനീയ പ്രകടനത്തിലേക്ക് പോകേണ്ടി വരുമെന്ന് അവർ സ്വയം ഉറപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് അവിടെ മുന്നോട്ട് പോകുന്നത്. രമേശ് പിഷാരടിയെ പോലൊരു സ്ഥാനാർത്ഥിയെ അവരെ അവഹേളിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ഇത്തവണയും CPM-ന് അവിടെ റോളൊന്നുമില്ല. കോൺഗ്രസും BJP-യും തമ്മിൽ നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ അവിടെ നടക്കുകയാണ്. ആ ഏറ്റുമുട്ടലിൽ UDF മികച്ച വിജയം നേടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത്തരത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് അവഹേളിക്കുമ്പോഴും, ഓരോ തവണ അവഹേളിക്കുമ്പോഴും UDF-ന്റെ ഭൂരിപക്ഷം അവിടെ വർദ്ധിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 2024-ലെ ഉപതെരഞ്ഞെടുപ്പിൽ 18,000 വോട്ടുകൾക്കാണ് വിജയിച്ചതെങ്കിൽ അതിലും ഉയർന്ന ഭൂരിപക്ഷത്തിൽ രമേശ് പിഷാരടി അവിടെ വിജയിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത്തരത്തിലുള്ള ഒരു വികാരം അവിടെയുണ്ട്. കോൺഗ്രസിന്റെ ഒരു ഉറച്ച പൊന്നാപുരം കോട്ടയാണ് പാലക്കാട് നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത്. ഇപ്പോൾ പാലക്കാട് നഗരസഭയിൽ UDF-ന് മികച്ച ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. ഒപ്പം തന്നെ 3 പഞ്ചായത്തുകളിലും അവിടെ UDF-ന്റെ ഒരു സ്വാധീനമാണുള്ളത്. അത് മറികടന്നുകൊണ്ട് BJP-ക്കോ CPM-നോ അവിടെ മുന്നേറാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം നിലവിലില്ല എന്നത് തന്നെയാണ് സത്യസന്ധമായിട്ടുള്ള യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം. അതുകൊണ്ട് തന്നെ BJP-യും CPM-ഉം അവിടെ ഇപ്പോൾ വിജയിച്ച് കയറാമെന്നുള്ള വ്യാമോഹം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ വെള്ളം അത് അങ്ങ് വാങ്ങി വെച്ചേക്കൂ എന്ന് മാത്രമാണ് പാലക്കാട്ടെ ജനതയ്ക്ക് ഈ പറയുന്നത് പോലെ CPM-നോടും BJP-യോടും പറയാനുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ CPM BJP ഡീലിലേക്ക് വരുമ്പോൾ അവിടെ NMR റസാക്കിനെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ട് കോൺഗ്രസിൻ്റെ വോട്ടുകൾ എങ്ങനെയെങ്കിലും ഭിന്നിപ്പിക്കാൻ കഴിയുമോ എന്ന കുടില തന്ത്രമാണ് CPM പയറ്റാൻ ശ്രമിക്കുന്നത്. പരമ്പരാഗതമായിട്ട് UDF സ്ഥാനാർത്ഥിക്ക് പോകുന്ന ന്യൂനപക്ഷ വോട്ടുകളിൽ ഭിന്നിപ്പുണ്ടാക്കി, വിള്ളലുണ്ടാക്കി അത് BJP-ക്ക് അനുകൂലമാക്കി മാറ്റുക എന്ന അങ്ങേയറ്റം തരംതാണ തന്ത്രമാണ് CPM അവിടെ പയറ്റാൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ആ തന്ത്രങ്ങളൊന്നും തന്നെ വിജയിക്കാൻ പോകുന്നില്ല. ആ തന്ത്രങ്ങളിൽ പാലക്കാട്ടെ മതനിരപേക്ഷ ജനത വീഴില്ല എന്ന ശുഭവിശ്വാസം, ശുഭ പ്രതീക്ഷ UDF-നുണ്ട്. അതുകൊണ്ട് തന്നെ മികച്ച ഒരു വിജയം UDF-ന് അവിടെ ഇത്തവണ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.